അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, മനഃശാസ്ത്ര പഠന ക്ലാസ് അധ്യായം 12 ഭാഗം 2. കുട്ടികളിലെ അഭിരുചി അറിയുക എന്നതാണ് നമ്മുടെ വിഷയം. കുട്ടികളുടെ കളിയും വിനോദങ്ങളും താൽപ്പര്യങ്ങളും പഠന വിഷയങ്ങളും അവരുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും മാതാപിതാക്കൾ, അതേപോലെ അവരെ സംരക്ഷിക്കുന്ന മറ്റു രക്ഷിതാക്കൾ, അധ്യാപകർ തുടങ്ങിയവരൊക്കെ കുട്ടികളിലെ അഭിരുചി അറിയുക. അങ്ങനെ അറിഞ്ഞാൽ മാത്രമാണ് കുട്ടികളെ നേർമാർഗത്തിലൂടെ ചലിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുകയുള്ളൂ. അതിൽ നാം ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞത്, കുട്ടികൾക്ക് അഥവാ മനുഷ്യർക്ക് തന്നെ 3 സ്റ്റേജ് ഉണ്ട്. അതിൽ രണ്ടാമത്തെ സ്റ്റേജാണ് 8 മുതൽ 14 വരെ 7 വർഷം. ഈ 14 വയസ്സ് വരെയാണ് കുട്ടികൾ കാര്യമായി പഠിക്കുവാനും ചിന്തിക്കുവാനും മറ്റുള്ളവരെ അംഗീകരിക്കുവാനും അനുകരിക്കാനും എല്ലാം കഴിയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾ ചെറുപ്പം മുതലേ എന്നെ മറ്റുള്ളവർ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത ആദ്യം അവരുടെ മനസ്സിലേക്ക് കടന്നു വരണം. എന്നാൽ മാത്രമാണ് അവർ പഠിക്കുവാനും അതേപോലെ മറ്റുള്ള നന്മകളൊക്കെ ചെയ്യുവാനും അവർക്ക് താൽപ്പര്യം കാണുകയുള്ളൂ. അപ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കാതിരിക്കുക, മൈൻഡാക്കാതിരിക്കുക, ഈ ഒരു വിഷയം നാം ആദ്യം ഒഴിവാക്കേണ്ടതാണ്. നമ്മുടെ മക്കളല്ലേ, ചെറുതല്ലേ, അപ്പോൾ അതുകൊണ്ട് അവരോട് നമുക്കൊന്നും പറയാനില്ലല്ലോ, അവർ പഠിക്കട്ടെ, ഈ ഒരു ചിന്താഗതി മാത്രം നമുക്ക് പാടില്ല. ഇപ്പോൾ പഴയ കാലങ്ങൾ പോലെയല്ല. അതുകൊണ്ട് തന്നെ മുതിർന്നവരെക്കാളും മെമ്മറി പവർ കൂടുതലാണ് ഇപ്പോഴത്തെ മക്കൾക്ക്. അപ്പോൾ അതുകൊണ്ട് എന്നെ മൈൻഡാക്കുന്നുണ്ട്, എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത അവർക്ക് എപ്പോഴും ഉണ്ടാകും. അപ്പോൾ രക്ഷിതാക്കൾ, മാതാപിതാക്കൾ, അധ്യാപകർ, അതേപോലെയുള്ള ഗുരുക്കന്മാരൊക്കെ കുട്ടികളിലെ വിഷയങ്ങൾ അറിഞ്ഞ് നാം പ്രവർത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമ്മുടെ മക്കൾ എന്തു ചെയ്യുന്നുള്ളൂ, നേരായ പാന്താവിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നാം നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് അടുത്ത് വെച്ചുകൊണ്ട് മോശമായി സംസാരിക്കരുത്, അതേപോലെ കളവ് പറയരുത്, മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ കളവ് വന്നു പോകരുത്, അതേപോലെ കുട്ടികൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് മാതാപിതാക്കൾ ശണ്ട കൂടരുത്, വഴക്ക് കൂടരുത്. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. ഇതുകൊണ്ടൊക്കെ നമ്മുടെ മക്കളാണ് നാശമായി പോകുന്നത് എന്നുള്ള ആ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൻ്റെ അകത്തേക്ക് ആദ്യം നാം കയറ്റിവിടേണ്ടതുണ്ട്. കുട്ടികൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് പുകവലിക്കുക, കുട്ടികൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് മദ്യപിക്കുക, കുട്ടികൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് നന്മയല്ലാത്ത കാര്യങ്ങൾ നാം പ്രവർത്തിക്കുക, ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ തോന്നും, എനിക്കും അത് ചെയ്യാം, അപ്പം എനിക്കും അത് ചെയ്യാം, അപ്പം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നുള്ള ആ ഒരു ചിന്ത കുട്ടികളുടെ മനസ്സിൽ കയറിക്കൂടും. അങ്ങനെ കയറിക്കൂടിയാൽ പിന്നെ അതിനെ മായ്ച്ചു കളയാൻ
നമ്മളെ കൊണ്ട് ഒരിക്കലും തന്നെ സാധ്യമല്ല. ഈ ഒരു തിരിച്ചറിവ് മാതാപിതാക്കൾക്ക് ഉണ്ടാവട്ടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ നേരെയാവാനും നന്നാവാനും ഒക്കെയുള്ള കാര്യങ്ങൾ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നതാണ് നമ്മുടെ ഈ രണ്ടാമത്തെ ക്ലാസ്സിലൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ളത്. അല്ലാഹു തആല പഠിക്കുവാനും അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനുമെല്ലാം നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.